ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർച്ചന ചേച്ചി LLBയുടെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, പിന്നെ ചന്ദ്രലേഖ ചിന്നുവിൻ്റെ കവളത്ത് അടിക്കുകയും അപ്പോൾ അവൾ വീഴാൻ തുടങ്ങുമ്പോഴത്തേനും അർച്ചന കയറി അവൾ വീഴാതെ പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് അർച്ചന നേരെ ചന്ദ്രലേഖയുടെ കവളത്ത് കൈ നീട്ടുക, അവളെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുക. അപ്പോഴത്തേനും പക്ഷെ അവൾ അടിക്കുന്നില്ല. കൈ താത്തിട്ട് പറയുക, എൻ്റെ കൈ കൊണ്ട് നിൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ വെറുതെ മലിനമായി പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ലെന്ന്. ഇനി എൻ്റെ മോളെ ഇന്ന നേരം ഇനി ഇതുപോലെ വരാനാ പാവെങ്കിൽ ഇനി ആ ചോറുണ്ണാൻ നിൻ്റെ കൈ കാണത്തില്ലെന്ന് അർച്ചന ചന്ദ്രലേഖയോട് പറയുന്നു. എന്നിട്ട് പിന്നെ വിജയശങ്കറിനോട് പറയുക, അച്ഛാന്നുള്ള വാക്ക്, അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല, അതിനുള്ള സ്നേഹവും അങ്ങനെയുള്ള ഒരു കാര്യവും ഇവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളെ മാത്രമേ അച്ഛാന്ന് വിളിക്കാനുള്ളൊരു സ്ഥാനമുള്ളൂ, അങ്ങനെ വിളിക്കാനുള്ള അർഹതയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചിന്നുമോൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം അർച്ചന ചിന്നുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ അമ്പലത്തിൽ നിന്ന് നേരെ കയറി പോയി. പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് അർച്ചനയും ചിന്നുവും വണ്ടിയിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അവർ പുറകിലിരിക്കുന്നു, ഫ്രണ്ടിൽ അർച്ചനയുടെ അനിയൻ അച്ചു ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്നും അർച്ചനയുടെ തോളിൽ കിടന്ന് കരയുക. അവളെ അടിച്ചതിൻ്റെ വിഷമത്തിൽ അവളുടെ തോളിൽ കിടന്ന് കരയുക. അപ്പം കരയുന്ന കണ്ടുകൊണ്ട് ചിന്നു അർച്ചന പറയാം, സാരമില്ല മോളെ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കുക, സാരമില്ലെന്നൊക്കെ പറഞ്ഞു പോവുക. അപ്പോൾ തന്നെ നേരെ പോയിക്കൊണ്ടിരുന്ന വണ്ടി, അച്ചു നേരെയല്ലേ നേരെ പോയിക്കൊണ്ടിരുന്ന് തിരിച്ച് യൂട്ടേൺ എടുത്ത് തിരിച്ച് നേരെ അമ്പലത്തിൽ ആ ചന്ദ്രലേഖയുടെ അടുത്തോട്ട് വിടാനായിട്ട് തിരിച്ചു. അർച്ചന ചോദിക്കുക, എങ്ങോട്ടാ നീ പോകുന്നതെന്നാ? അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. വണ്ടി നിർത്താം അച്ചു, പറ, നീ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? വണ്ടി നിർത്താൻ പറയുന്നു. എന്നിടത്തേനും അവൻ പറഞ്ഞു, എൻ്റെ ചിന്നുമോളെ തല്ലിയ അവളുടെ കൈ ഞാൻ തല്ലി ഒടിക്കാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട്, ആരുടെ കൈ? ചന്ദ്രലേഖയുടെ കൈ ഞാൻ തല്ലി ഒടിക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് പുറകോട്ട് പോകുന്നു. അന്നേരം അർച്ചന പറയാം, വണ്ടി നിർത്താനല്ലോ നിന്നോട് പറഞ്ഞേ, സൈഡ് ഒതുക്കി വണ്ടി നിർത്താനാണ്. അങ്ങനെ അച്ചു ഒരു സൈഡിലോട്ട് നീക്കി വണ്ടി നിർത്തി. എന്നിട്ട് അർച്ചനെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ അച്ചുവിൻ്റെ ഡോറിന് വന്ന് തുറന്നിട്ട് പറയുക, ഇറങ്ങുക, നീ ഇങ്ങോട്ട് ഇറങ്ങുക, ആ ചാവി ഇങ്ങതാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നേരത്തേനും അവൾ പറഞ്ഞു, എൻ്റെ ചിന്നുമോളെ കവളിലെ പാട് കണ്ടില്ലേ, ആ ചന്ദ്രലേഖ അടിച്ചത് അവരക്കെട്ട് ഞാൻ പ്രതികാരം ചെയ്യാനായിട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അർച്ചന പറയുന്നത്, നീ പ്രതികാരം ചെയ്യാൻ പോവല്ലേ? നീ പ്രതികാരം ചെയ്യാൻ പോയാൽ നിൻ്റെ ചേട്ടന്മാർ അടങ്ങിയിരിക്കുമോ? അവർക്ക് അതിലും വാശിയാകത്തില്ലേ? ഇനി അവരും കൂടെ അറിഞ്ഞാൽ പോലീസായി കേസായി അങ്ങനെ അങ്ങ് പോകും. എൻ്റെ മോനെ, നിന്നെ ഞാൻ എൻ്റെ അനിയനായിട്ടല്ല, എൻ്റെ സ്വന്തം മക്കളായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്നുമോളോ അതുപോലെ തന്നെ, നീയും എന്നെ അമ്മയെപ്പോലെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുക, നീ ഒന്നിനും പോകണ്ട, സാരമില്ല, അതൊക്കെ പോട്ടെ, അതൊന്നും സാരമാക്കണ്ട, വിട്ടേരെ. എന്നിട്ട് അർച്ചന നേരെ ചിന്നുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുക, മോളെ, എനിക്കറിയാം മോൾക്ക് വിഷമമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിൻ്റെ അമ്മാവന്മാരെ ഓർത്ത് നീ ഇത് സഹിച്ചേ പറ്റത്തുള്ളൂ, നീ മറന്നേ പറ്റത്തുള്ളൂ. ഞാൻ അതുപോലെ അവരെ കാണുന്നത്, നിങ്ങളെ എല്ലാവർക്കും വേണ്ടി ഞാൻ അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ 17 വർഷം മുമ്പത്തെ ഒരു കഥ അവൾ ചിന്നുവിനോടും അച്ഛനോടുമായിട്ട് അർച്ചന പറയുക. അങ്ങനെ 17 വർഷം മുമ്പുള്ള കഥ അവൾ ഓർത്ത് അടുത്ത് ചിന്നുവിനോടും അച്ഛനോടുമായിട്ട് പറയുക. എൻ്റെ വയറ്റിൽ എൻ്റെ ചിന്നുമോൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അച്ചു പനി പിടിച്ച് അച്ചു ബോധമില്ലാതെ കട്ടിലേ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര ഇടിയും മഴയും ഒക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചു കട്ടിലേ കിടന്ന് ഇങ്ങനെ ബോധമില്ലാതെ അമ്മ എൻ്റെ അമ്മ എവിടെയാ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പോൾ തൊട്ടടുത്ത് അർച്ചന പിന്നെ അവൾ പ്രഗ്നൻ്റാണ്, ചിന്നുവിനെ പ്രഗ്നൻ്റായിട്ട് തൊട്ടടുത്ത് അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. മോനെ ഞാനല്ലേ ചേച്ചിയാണ് പറയുന്നതും സാരമില്ല, കുഴപ്പമില്ല, അമ്മയല്ലേ ഈ ചേച്ചി മോനെ അമ്മയെ പോലെയല്ലേ, സാരമില്ലെന്ന്. അപ്പത്തേനും പെണ്ണിനെയും ഭയങ്കര ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. ഈ അച്ഛനാണെങ്കിൽ പൊള്ളുന്ന പനിയായിട്ട് തീ പോലെ പൊള്ളുക. അങ്ങനെ അവൾ പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി വന്നിട്ട് പിന്നെ ശങ്കരനോട് പറയുക, അവനെ ആശുപത്രി കൊണ്ടുപോകണം, അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം, അവൻ അത്രയ്ക്ക് വയ്യ, പനിയാക്കുക. അപ്പോൾ തന്നെ വിജയശങ്കർ ചോദിക്കുന്നു, നീ ഇതുവരെ റെഡിയായില്ലേ, എന്നെ റെഡിയാക്കാത്ത? ഈ മീറ്റിംഗ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സുപ്രീം കോടതി ജഡ്ജ് വരെ മീറ്റിങ്ങിന് വരുന്ന വന്നിട്ട് നീ ഇതുവരെ റെഡിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അർച്ചന പറയുന്നു, ഇല്ല വിജയേട്ടാ, അച്ഛനത്ര വയ്യ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. തന്നെ വിജയശങ്കർ ചാടുന്ന, നിനക്ക് എപ്പോഴും ഈ ആങ്ങളമാരെ കൊണ്ടുള്ള വിചാരം മാത്രമേ ഉള്ളൂ, ഊണിലും ഉറക്കത്തിലും എല്ലാ ആങ്ങളമാരെ അങ്ങനെയുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ അവരെല്ലാവരും തമ്മിൽ അടിയാകുന്നു. വിജയശങ്കർ എല്ലാവരെയും അടിക്കുന്നു, അവളെ എടുത്തടിക്കുന്നു, ആങ്ങളമാരെ അടിക്കുന്ന എല്ലാവരെയും അടിച്ച് വഴക്കുണ്ടാക്കി അവരെ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പുറത്തിറങ്ങി ആ ഭയങ്കര ഇടിയിലും മഴയും നനഞ്ഞ് അർച്ചനയും അവളുടെ ആങ്ങളമാരും പുറത്തിറങ്ങി നിൽക്കുന്നു. അങ്ങനെ വിജയശങ്കർ കഥ അടച്ച് പൂട്ടുന്നു. എന്നിട്ട് ചേച്ചി അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നത് വരെയാണ് ആ സീനിൽ കാണിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് അർച്ചനയുടെ വീട്ടിലാണ്. അവിടെ ആങ്ങളമാർ അവരുടെ ഭാര്യമാർ അവർ ചിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അവളെ അടിച്ചതിൻ്റെ കാര്യങ്ങൾ പറയുകയും അവർക്ക് തൂത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അർച്ചനയുടെ നാത്തൂന് ചിന്നുവിനോട് പറഞ്ഞെടുക്കുക, നീ അദ്ദേഹത്തെ അച്ഛനെപ്പോലെ ഒന്നും കാണണ്ട, ഇങ്ങനെ അച്ഛനെപ്പോലെ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതുപോലെ അടിക്കുകയൊന്നും ചെയ്യത്തില്ല, നീ ഇനി മിണ്ടാനൊന്നും പോകണ്ടെന്ന്. ഇത് കേട്ടോണ്ട് അർച്ചന വരുന്നു. അർച്ചന എന്നിട്ട് പറയുന്നു,